ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റയലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നടന്ന മത്സരത്തെക്കുറിച്ചാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ടൊക്കെയാണ് ഇന്നലെ കണ്ടത്. ഒട്ടും പ്രതീക്ഷയില്ല. കാരണം നമ്മൾ സമീപകാലത്ത് സിറ്റിയുടെയും മാഡ്രിഡിൻ്റെയും ഫോമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടീം കുറച്ചൊന്ന് ഡൗൺ ആണ്. രണ്ട് ടീമുകളും ഡൗൺ ആണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡിഫെൻസീവലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രണ്ട് ടീമിനും. എന്നിരുന്നാലും നല്ലൊരു മാച്ച് തന്നെയാണ് നമുക്ക് സമ്മാനിച്ചത്. നല്ലൊരു ഇൻറ്റൻസിറ്റിയോടുകൂടിയാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർ എത്തിഹാദിൽ അവർ ബാനറൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടെന്ന് റോഡ്രിയുടെ ബാലൻഡിയോറുടെ കാര്യം പറഞ്ഞുകൊണ്ട് വിനീഷ്യസിനെയൊക്കെ നന്നായിട്ട് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ബാനറൊക്കെ പൊക്കി പിടിച്ചു വന്നുകൊണ്ട് ആ രീതിയിലൊക്കെ നല്ലൊരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം തന്നെയാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ 19-ാം മിനിറ്റിൽ സിറ്റിയാണ് ആദ്യം ഗോൾ നേടിയത്. ജോസ്കോ ഗാർഡിയോൾ നൽകിയ ഒരു ചിപ്പ് ബോൾ ഹാളണ്ട് അത് നല്ലൊരു മനോഹരമായ വോളിയിലൂടെ ഗോളാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് അത് വാറിന് വിട്ട് ഓഫ് സൈഡ് ആണോ ഒക്കെ മറ്റേ ചെക്ക് ചെയ്തു, പക്ഷേ അത് ഗോള് വാലിഡ് ആയിരുന്നു, ഓഫ് സൈഡ് ഒന്നും ആയിരുന്നില്ല. പിന്നീട് മാഡ്രിഡും തിരിച്ചടിക്കാനുള്ള ഓരോ ശ്രമങ്ങൾ നടത്തുന്നത് കണ്ടു. ഇതിൽ ശ്രദ്ധേയമായതെന്ന് വെച്ചാൽ സിറ്റിയുടെ അറ്റാക്ക് ഒരു പരിധി വരെ ആ ഒരു വീക്ക് ഡിഫെൻസീവ് ലൈന് വെച്ച് മാഡ്രിഡ് തടയാൻ ശ്രമിച്ചിരുന്നു എന്നതാണ്. കാരണം ഷൊമേനി പുള്ളിക്കാരൻ നാച്ചുറൽ CB അല്ല, അതുപോലെ റൗൾ അസെൻസിയോ എന്ന് പറയുന്ന താരം ഒരു പുതുമുഖമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു താരങ്ങളെ വെച്ചുകൊണ്ട് മാഡ്രിഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് ശരിക്കും ഒരു കൗതുകമായിരുന്നു. അപ്പോൾ ഹാളണ്ട് ആ ഒരു അറ്റാക്ക് സെവീനിയോ അതുപോലെ ബെർണാഡോ സിൽവ ഈ പ്ലേയേഴ്സിനെയൊക്കെ ഒരു വിധമൊക്കെ തടഞ്ഞു നിർത്തി ആ ഒരു സ്കോർ ലൈന് 1-0 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇപ്പുറത്ത് സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റൂബൻ ഡയസ്, മാനുവൽ അക്കാൻജി അങ്ങനെ നല്ലൊരു സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് ഡിഫെൻസീവ്ലി നോക്കുകയാണെങ്കിലും. പക്ഷേ പരിക്കുകളൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവരൊക്കെ ടീമിലേക്ക് തിരികെ എത്തുന്നത്. അപ്പോൾ ഫോമില്ലായ്മ ആ ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു അൺസ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നിരുന്നാലും ഇരു ടീമുകളും നല്ലൊരു മാച്ച് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും നമുക്ക് റയൽ മാഡ്രിഡ് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് കൗണ്ടർ അറ്റാക്കുകൾ ലഭിക്കുന്നു, പക്ഷേ എഡേഴ്സിന് അതുപോലെ സിറ്റി ഡിഫൻസ് നല്ല മനോഹരമായ ബ്ലോക്കുകളൊക്കെ നടത്തി ഗോളുകൾ തടയാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ കണ്ടു. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം കിലിയൻ എംബാപ്പെ 60-ാം മിനിറ്റിൽ ഈക്വലൈസ് ചെയ്തു. ഡാനി സെബയോസ് നൽകിയ മനോഹരമായ ക്രോസ് ഒരു വോളി അറ്റംപ്റ്റിലൂടെ വലയിലെത്തിക്കാൻ സാധിച്ചു. പക്ഷേ എനിക്ക് ആ ഗോൾ കണ്ടപ്പോൾ ഒരുപാട് എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ആ ഒരു ഗോൾ ശരിക്കും എംബാപ്പെ ശരിക്കും ആ അടിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ നോക്കിയാൽ നമുക്ക് ലുസൈൽ സ്റ്റേഡിയത്തിൽ ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിൽ അടിച്ച ആ ഒരു സ്റ്റൈലിലാണ് എംബാപ്പെ ഗോൾ അടിക്കാൻ ശ്രമിച്ചത്. ആ വോളി അറ്റംപ്റ്റ് എംബാപ്പെ ശ്രമിച്ചത് ലെഫ്റ്റ് സൈഡിലേക്ക് ഷോട്ട് എടുക്കാനാണ്. അതുപോലെ ഹെഡേഴ്സിനും അത് എക്സ്പെക്റ്റ് ചെയ്തത് ഓക്കെ, എംബാപ്പെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഷോട്ട് എടുക്കും, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചാടാന്ന് ഹെഡേഴ്സിനും എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ എന്താണെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ എംബാപ്പയുടെ കാലിൻ്റെ സൈഡിൽ തട്ടി ഡിഫ്ലക്റ്റ് ചെയ്ത് റൈറ്റ് സൈഡ് കോർണറിലേക്ക് ബോൾ പെട്ടെന്ന് അങ്ങനെ നീങ്ങിക്കളഞ്ഞു. അപ്പോൾ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. എംബാപ്പെ പോലും കരുതിയില്ല അത് വലയിലേക്ക് പോകുന്നുള്ളത്. കാരണം ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് ബോൾ നീങ്ങിയത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ പിന്നെ മാഡ്രിഡ് കുറേ കൂടി എനർജറ്റിക് ആയി. പിന്നീട് സിറ്റിയും പതിപോലെ തന്നെ നമ്മൾ സിറ്റി പൊസിഷൻ ബേസ് അറ്റാക്കിങ് കളിക്കുന്നു. അതുപോലെ മാഡ്രിഡ് ഒരുപാട് മിഡ്ഫീൽഡിലൊക്കെ നല്ല പ്രസ്സിംഗ് ഒക്കെ നടത്തി സിറ്റിയുടെ ചാൻസുകളൊക്കെ കുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും മാഡ്രിഡിനാണ് സിറ്റിയെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ചാൻസുകൾ ലഭിച്ചത്. കൗണ്ടർ അറ്റാക്കിലൂടെ ഒരുപാട് ചാൻസുകൾ ലഭിക്കുന്നത് എംബാപ്പയ്ക്കും ബെല്ലിംഗത്തിനും അതുപോലെ വിനീഷ്യസിനും ഒക്കെ ഒരുപാട് നല്ല ചാൻസുകൾ ലഭിക്കുന്നത് കണ്ടു. പക്ഷേ ഒന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഫിൽഫോർഡിന് ഒരു അറ്റംപ്റ്റിന് വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ബോക്സിൻ്റെ വെളിയിൽ ഒരു ഷോട്ടിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ ഡാനി സെബയോസിൻ്റെ മിസ്റ്റേക്ക് കാരണം സെബയോസ് ഫോർഡിൻ്റെ മുട്ടിലേക്ക് ഇടിക്കുന്ന ഒരു പ്രശ്നം അവിടെ വന്നു. അപ്പോൾ സെബയോസ് ബോക്സിൽ വീണ് അത് പെനാൽറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ശരിക്കും അതൊരു ഡിബേറ്റബിൾ കാര്യമാണ്. കാരണം ഫോർഡിന് വീഴുന്നത് ബോക്സിൻ്റെ പുറത്ത് നിന്നാണ്, പക്ഷേ നമുക്ക് ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഓക്കെ, ഫോർഡൻ അത് വീഴുന്നത് ബോക്സിൻ്റെ അകത്ത് വെച്ചാണ്. അപ്പോൾ റഫറി വാർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. വാറിന് വിട്ട് അത് പെനാൽറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്തത് ഹാളണ്ട് തന്നെയാണ്. കാരണം ഹാളണ്ടിനെ സംബന്ധിച്ചിടത്തോളം മാഡ്രിഡിനെതിരെ ഗോൾ നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം കഴിഞ്ഞ 4 അറ്റംപ്റ്റിലും പുള്ളിക്ക് ഗോളൊന്നും നേടാൻ സാധിച്ചില്ല. അപ്പോൾ ഹാളണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഗോൾ നേടുക എന്നുള്ളത്. അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഒരു ഫസ്റ്റ് ഹാഫിലെ ഗോളും പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ പെനാൽറ്റി കൺവേർട്ട് ചെയ്തതോടെ 2 ഗോളുകൾ നേടാൻ സാധിച്ചു. പക്ഷേ ഏറെക്കുറെ ഈ പെനാൽറ്റി ഇൻസിഡൻറ്റ് ആൻസലോട്ടിയും റയൽ മാഡ്രിഡിനെയും പിറകോട്ടടിച്ചില്ല. അവർ വീണ്ടും പിന്നെ ട്രൈ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ക്രൂഷ്യലായിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കാർലോ ആൻസലോട്ടി നടത്തി. ബ്രൈം ഡേസിനെ ഇറക്കി സെബയോസിനെ പിൻവലിച്ചു. അങ്ങനെ ക്രൂഷ്യലായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി
വീണ്ടും ഒരു 5 മിനിറ്റുകൾക്ക് ശേഷം ഒരു റീബൗണ്ട് ഷോട്ട് എംബാപ്പയാണെന്ന് എനിക്ക് തോന്നുന്നു, ബെല്ലിംഗമാണോ എംബാപ്പയാണോന്ന് അറിയില്ല. റീബൗണ്ട് ഷോട്ട് കിട്ടി, അത് ബ്രാഹിം കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു പുള്ളി അതിന് ശേഷം സെലിബ്രേഷനൊന്നും ചെയ്തില്ല, കാരണം പുള്ളിയുടെ ഫോർമർ ക്ലബ്ബാണ്, റയലിലേക്ക് വരുന്നതിന് മുന്നേ സിറ്റിക്ക് വേണ്ടി കളിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ല. അപ്പോൾ വീണ്ടും കളിയുടെ ഗതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ മാഡ്രിഡ് ആയതുകൊണ്ട് ഇതൊരു യൂഷ്വൽ സംഭവമാണ്, കാരണം അവർ ഇങ്ങനെയുള്ള ഒരുപാട് ത്രില്ലിംഗ് മാച്ചസ് നമുക്ക് സമീപകാലത്ത് നൽകിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആസ് എ മാഡ്രിഡ് ഫാൻ എനിക്കിതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഫോം വെച്ചിട്ട് ഞാൻ ഈ ഒരു മത്സരത്തിൻ്റെ ഇങ്ങനെയാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. സ്റ്റോപ്പേജ് ടൈമൊക്കെ എത്തിയതിന് ശേഷം പിന്നെ ഈ ഡ്രാമ പീക്ക് ലെവലിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലെഫ്റ്റ് സൈഡ് ഫ്ലാങ്കിൽ വിനീഷ്യസ് ജൂനിയർ ഒരു കോൺസ്റ്റൻറ്റ് തെറ്റ് തന്നെയായിരുന്നു. വിനിയുടെ കയ്യിൽ ബോൾ കിട്ടുന്ന സമയത്തൊക്കെ പലപ്പോഴും സിറ്റി ആരാധകർ കൂവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ഇമ്പാക്റ്റ് വിനിക്ക് മത്സരത്തിൽ ചെലുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോപ്പേജ് ടൈമിൽ വിനിക്ക് നല്ലൊരു മനോഹരമായ ബോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലഭിക്കുന്നു. അത് പുള്ളിക്കാരൻ ട്രൈ ചെയ്ത് ബോക്സിലേക്ക് എത്തി ഒരു ചിപ്പ് ഷോട്ട് ശ്രമിച്ചതായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ബെല്ലിങ്ങത്തിൻ്റെ കയ്യിലേക്ക് എത്തുന്നു. ബെല്ലിങ്ങത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരൻ ഗ്രൗണ്ടിൽ എല്ലായിടത്തും ഓടി എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലും വിനീഷ്യസ് ആ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു റൺ നടത്തുമ്പോൾ അദ്ദേഹം അവിടെ ഓടിയെത്തി. അപ്പോൾ ബെല്ലിങ്ങത്തിന് ആ ബോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയായി നടക്കുന്നത് എനിക്ക് തോന്നി. കാരണം ആ ഹാളൻഡിൻ്റെ ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്താ പറയുക, കുറച്ച് ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നി. ആൻസലോട്ടി എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ ഒരു സംഭവം നടന്നത്. പക്ഷേ പിന്നീട് എനിക്ക് എന്താ പറയുക, ഓക്കെ, ഇറ്റ്സ് റയൽ മാഡ്രിഡ്, ദേ ഡെലിവർ ദിസ് കൈൻഡ് ഓഫ് മാച്ചസ്. റീസെൻ്റ്ലി നമുക്ക് 2022 UCL പോയ സെയിം ഓപ്പണിനെതിരെ തന്നെ നമുക്ക് ഔട്ട് ഓഫ് നോവെയർസ് നമുക്കൊന്നും വിചാരിക്കാത്ത സമയത്ത് ഇങ്ങനെയുള്ളൊരു കംബാക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്സരത്തിൻ്റെ ഇനി സെക്കൻഡ് ലെഗിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സിറ്റിക്ക് ഒന്ന് ശരിയാക്കാനുണ്ട്. അവരുടെ ഡിഫെൻസീവിൽ അവരിപ്പോൾ വീക്കാണ്. കാരണം കൗണ്ടർ ബ്രേക്സിൽ അവർക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. ഇപ്പോൾ റൂബൻ ഡയസും അക്കാൻജിൻ അദാനൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പഴയ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിഫെൻസീവ് യൂണിറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സെക്കൻഡ് ലെഗിൽ കാര്യങ്ങൾ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവേ ക്രൗഡിൻ്റെ മുന്നിൽ ഈ ഹോമിലുള്ള പോലെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയാണ്, അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും പെർഫോം ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബെർണബ്യൂവിൽ നല്ലൊരു മാച്ച് തന്നെ പ്രതീക്ഷിക്കാം. ഇനി പ്ലെയേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ കെവിൻ ഡി ബ്രൂയിനെ പറയുമ്പോൾ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം കാമവിംഗ ആ മിഡ്ഫീൽഡിൽ സെബയോസ് നന്നായിട്ട് പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുപോലെ ഹാളൻഡ് ചാൻസുകൾ വളരെ കുറവായിരുന്നു. കാരണം യങ് ആയിട്ടുള്ള അസെൻസിയോ ആണ് പുള്ളിയെ മാർക്ക് ചെയ്തെങ്കിലും പുള്ളിക്ക് കാര്യമായിട്ട് ചാൻസസ് ഒന്നും ലഭിച്ചിരുന്നില്ല. അസെൻസിയോ നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ റാമോസ് എന്നുള്ളൊരു ഹൈപ്പൊക്കെ വരുന്നതിനെ നീതി പുലർത്തുന്ന രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്തത് എന്നുള്ളൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ഇൻ്റർസെപ്ഷൻസ് തുടങ്ങി, അതുപോലെ ഏരിയൽ ഡുവൽസൊക്കെ വിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതൊക്കെ വളരെയധികം ശ്രദ്ധയാണ്. അതുപോലെ അറ്റാക്കിങ്ങിൽ റോഡ്രിഗോൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെയധികം നമ്മൾ ശ്രദ്ധയെടുത്ത് പറയേണ്ടത്. കാരണം ആ ഒരു 4 പ്ലെയേഴ്സിൽ വിനി, എംബപ്പെ, ബെല്ലിങ്ങം, റോഡ്രിഗോ, ഇതിൽ അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ എനിക്ക് റോഡ്രി ആയിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം റോഡ്രിയുടെ മൂവ്മെൻറ്റ്സ്, ആ റൺസ്, കാരണം വിടുത്ത് കൂട്ടാനും അതുപോലെ നമ്മൾ ഈ ലോങ് ബോളൊക്കെ കൊടുത്ത് ഫാർ കോർണറിന് നല്ല രീതിയിലുള്ള ബോളുകൾ ബോക്സിലേക്ക് കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ റൺസിനൊക്കെ വളരെയധികം ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോഡ്രിഗോൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പുറത്താണെങ്കിൽ ഗോർഡിയോൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. പലപ്പോഴും നമ്മൾ ഈ റോഡ്രിഗോൻ്റെ അറ്റാക്കിനെ പുള്ളിക്ക് ചെറുത്ത് നിൽക്കാനും സാധിച്ചു. അതുപോലെ ഡിഫെൻസീവിലി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് അറ്റാക്കിങ്ങിൽ ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഗോളിനൊക്കെ വഴിയൊരുക്കിയത് ഗോർഡിയോളായിരുന്നു. അതുപോലെ സിറ്റിയുടെ ഓവറോൾ ബെസ്റ്റ് പ്ലെയർ എനിക്ക് തോന്നിയത് ഗോർഡിയോളാണ്, പിന്നെ ഹാളൻഡും. അതുപോലെ മാഡ്രിഡിൻ്റെ കളിയിലേക്ക് വരികയാണെങ്കിൽ വിനി, റോഡ്രിഗോ എല്ലാവരും നല്ലൊരു മെച്ചപ്പെട്ട പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു മാച്ച് തന്നെ ബെർണബ്യൂവിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ പെട്ടെന്നൊരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റുകളോ അപാകതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ് മീ കറക്റ്റ് ദാറ്റ് ഓൾസോ. ആൻഡ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.